വിടിവിക്കാൻ പാപമില്ലാത്ത ഒരു വ്യക്തിയുടെ ആവശ്യമുണ്ട്. ആ വ്യക്തി യേശു മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ രക്ഷ എന്നുള്ളത് അതെല്ലാവർക്കും ലഭിക്കുന്നതല്ല. ദേശത്തുള്ള എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകളെ ആദ്യമായി അറിയിക്കട്ടെ. അതെ, ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് മാനവ കുലത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗത്തിന്റെ മഹിമകളെ വിട്ട് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്താ ക്ലിയർ പാപമില്ലാത്ത ഒരു വ്യക്തിയുടെ ആവശ്യമുണ്ട്. ആ വ്യക്തി യേശു മാത്രമാണ്. ഇതുപോലെ ഒരു കുറ്റം കൂടെ ചെയ്യാതെ ഒരേ ഒരു ദൈവം യേശു മാത്രമാണ്. യേശു ഭൂമിയിലുള്ളപ്പോൾ, ഭൂമി ജീവിച്ചിരുന്ന സമയം ഒരു ചോദ്യം ഇങ്ങനെയായിട്ട് ചോദിച്ചു, എന്നിൽ കുറ്റമുണ്ടെന്ന് നിങ്ങളിൽ ആർ പറയാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഇന്ന് വരെ ഒരു വ്യക്തിയും മറുപടി പറഞ്ഞിട്ടില്ല. യേശുവിൽ ഒരു കുറ്റമുണ്ടെന്ന് ഒരു വ്യക്തിയും പറയാൻ പറ്റിയിട്ടില്ല. അങ്ങ് അനുഗ്രഹിക്കുന്ന പ്രാർത്ഥന കർത്താവ്, ഓരോരുത്തരുടെ ജീവിതത്തെ കർത്താവ് സന്ദേശത്തിൽ അങ്ങ് അനുഗ്രഹിക്കുന്ന പ്രാർത്ഥന കർത്താവ്, പ്രാർത്ഥന കേട്ടതുകൊണ്ട് യേശുവിന്റെ കർത്താവേ, ആമേൻ. കുറിച്ച് ഇന്ന് ലോകമെമ്പാടും അനേക വിവിധ സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. എങ്കിൽ യാഥാർത്ഥ്യമായ ഒരു സന്തോഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത് കൊണ്ടല്ല. യേശുക്രിസ്തു ആരുടെ ഹൃദയത്തിലാണോ ജനിക്കുന്നത് അവരുടെ ജീവിതത്തിലാണ് യാഥാർത്ഥ്യമായ ഒരു സന്തോഷം, രക്ഷയുമുള്ളത്. ആ സന്തോഷം, ആ നിത്യ സമാധാനത്തെ കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ അല്പ സഹോദരന്മാർ, സഹോദരികൾ, ഞങ്ങളതുപോലെ കൊച്ചുകുട്ടികൾ വരെ ഇവിടേക്ക് കടന്നു വന്ന് ഈ സന്തോഷത്തെ നിങ്ങളോട് പറയുവാനാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ രക്ഷ എന്ന് പറയുന്നത് അത് വളരെ നിസ്സാരപ്പെട്ട കാര്യമല്ല. യേശുക്രിസ്തുവിന്റെ രക്ഷ എന്നുള്ളത് അതെല്ലാവർക്കും ലഭിക്കുന്നതല്ല. എന്നാൽ ആ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് സുലഭമായി ഇവിടെ പറഞ്ഞു തരുവാനും അത് സുലഭമായി നിങ്ങൾക്ക് കേൾക്കുവാനും കിട്ടിയത് അത് നമുക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യമാണ്.
ആ ഭാഗ്യത്തെ നിങ്ങൾ ആരും നഷ്ടമാക്കി കളയരുത്. ഈ രാത്രി സമയങ്ങളിൽ ഈ മഞ്ഞിന്റെ നടുവിൽ ഇതുപോലെ കടന്നു വന്ന യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും രക്ഷാമാർഗത്തെക്കുറിച്ചും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ രക്ഷയിൽ അത്രയും വലിയ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും അറിയുവാനിടയാക്കണം. വെറുതെ ഒരു പൈസ പിരിക്കുവാൻ വേണ്ടിയോ അല്ല ഇവിടെ ഞങ്ങൾ വന്നത്. ഇവിടെ വരുവാനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു മഹാസന്തോഷം നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാകണമെന്നാണ്. നിങ്ങളുടെ എല്ലാ വീട്ടിലും ഉണ്ടാകും. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഈ രക്ഷയും ഈ സന്തോഷവും അറിയാത്ത കാലം മുതൽ ഞങ്ങളുടെ ജീവിതത്തെ, ഓരോരുത്തരുടെ ജീവിതത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ നോക്കണം, മദ്യപാനവും മയക്കുമരുന്നുകളും കഞ്ചാവും അതുപോലെ വീട്ടിൽ തന്നെ കൊള്ളാത്ത പിള്ളേരായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. പക്ഷേ യേശു ക്രിസ്തുവിന്റെ മഹാരക്ഷയും സന്തോഷം എന്നാണ് ഞങ്ങളുടെ ഉള്ളിൽ വന്നത്. അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇഷ്ടപ്പെട്ടവരായി ഞങ്ങൾ തീർന്നു, ഞങ്ങളുടെ ദേശത്ത് ഇഷ്ടപ്പെട്ടവരായി ഞങ്ങൾ തീർന്നു. ഞങ്ങൾ വെറുത്ത പലവരും ഞങ്ങൾ സ്നേഹിക്കുവാൻ വേണ്ടി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ സ്നേഹം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈ സ്നേഹം യേശു ക്രിസ്തുവിന്റെ അവൻ സ്നേഹത്തിനല്ലാതെ വേറെ ഒരു സ്നേഹത്തിലും ഇല്ല. രക്ഷകൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ വലിയ കാലഘട്ടങ്ങളിൽ നഷ്ടമായതെല്ലാം നിങ്ങൾക്ക് രക്ഷയായിത്തീരും. അതുകൊണ്ട് ഈ രക്ഷകനെ നിങ്ങൾ സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് നിൽക്ക് എന്നോട് ചേർന്ന് പറയും, യേശുവേ എന്ന് പറയാൻ തയ്യാറാകും. യേശുവേ, എന്റെ രക്ഷകനും കർത്താവുമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അങ്ങനെ എനിക്ക് ആവശ്യമുണ്ട്. ഞാനൊരു പാപിയായ മനുഷ്യനാണ്. തെറ്റുകൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. യേശു എന്റെ ജീവിതത്തിൽ എനിക്ക് മതിയായ ദൈവമാണ്. അത് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് കുടുംബത്തിലെ ഈ വലിയ കർത്താവ് സമാന സന്തോഷം എപ്പോഴും ഉണ്ടാകുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവിടെ നിന്ന് തുടങ്ങി എവിടേക്ക് യേശുവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയായിത്തീരും എന്നുള്ള ഈ വലിയ സന്ദേശം നിങ്ങളെ ഞങ്ങൾ അറിയിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മനോഹരമായ കരോളും ദേശത്തെല്ലാം സുവിശേഷം അറിയിപ്പിച്ച് എല്ലാവരും ചായയൊക്കെ കുടിച്ച് പിരിയാൻ പോവുകയാണ്. മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ജന്മദിനം ലോകമാകെ കൊണ്ടാടുന്ന ഈ സമയത്ത് എന്നാൽ അവൻ മൗനമായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധൻ മൗനം ദീക്ഷിച്ചു എന്നാണ് ചരിത്രത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതെ, ഓരോ ക്രിസ്തുമസും വിളിച്ചു പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് വഴിമുട്ടിപ്പോയ, പ്രയാസപ്പെടുന്ന, വേദനപ്പെടുന്ന, രോഗമുണ്ടായ അവസ്ഥകൾക്ക് യേശു ക്രിസ്തുവിലൂടെ ഒരു മറുപടി ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ സന്ദേശത്തിനകത്തുകൂടി നിവാസികളോട് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു സ്നേഹ സന്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ഒരു പുൽക്കൂട്ടിൽ ഒതുങ്ങാൻ വേണ്ടിയല്ല വന്നത്, മറിച്ച് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്ത് ജനിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ദൈവിക സന്ദേശം ഈ ദേശത്തോട് അറിയിക്കുവാൻ ദൈവത്തിനിടയായിട്ടുള്ള അവിടുത്തെ നന്മകൾക്കായി വാഴ്ത്തുന്നത് കേട്ട ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, സന്തോഷമില്ലാത്ത അവസ്ഥയിൽ, സമാധാനമില്ലാത്ത അവസ്ഥയിൽ അവർ ജീവിതം അടുത്ത അനുഭവത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് അവർക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷം തരുവാൻ കർത്താവെ ക്രിസ്തുവിന്റെ ജന്മദിനമാകുന്ന ക്രിസ്തുമസ്
ലോകത്ത് അനവധി വ്യക്തി ജീവിതങ്ങൾ ജനിച്ചെങ്കിലും അവരൊക്കെ ഒരു സമയം കഴിഞ്ഞപ്പോൾ മരിച്ച് മൺമറഞ്ഞു പോയി. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഒരിക്കലായിട്ട് ജനിച്ചു, ഒരിക്കലായിട്ട് പാപ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നുവെങ്കിലും മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ഇന്നും റൂഹായി ജീവിക്കപ്പെടുന്നു. ആ പരിശുദ്ധാത്മാവായി ജീവിക്കപ്പെടുന്ന സമയത്താണ് മനുഷ്യന് മാനവികതയും മനുഷ്യന് നവോത്ഥാനവും മാറ്റങ്ങളും സംഭവിക്കുന്നത്.